ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ന്യൂ ഇയർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ 4 മുട്ട, 1 കപ്പ് പഞ്ചസാര, വാനില എസൻസ് 1 ടീസ്പൂൺ, ഇവ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ബട്ടർ മിൽക്കാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ 3/4 കപ്പ് പാലും 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചു. മറ്റൊരു ബൗളിലേക്ക് അത് മാറ്റി 1 കപ്പ് വെജിറ്റബിൾ ഓയിലും റെഡ് ഫുഡ് കളറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് മൈദയുടെ കൂട്ട് കുറച്ച് അതിലിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ സുർക്കയും ചേർത്ത് അതിലൊഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് ബട്ടർ എന്തെങ്കിലും എടുത്തൊന്നിങ്ങനെ അതിൽ പുരട്ടി കൊടുക്കുക. ഇനി കേക്കിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി ഒന്ന് നന്നായി തട്ടി കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഫസ്റ്റ് കേക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അത് ഞാൻ ആദ്യം കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് കുക്കറിലേക്ക് കേക്ക് വെച്ചത്. ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കി വേവ് കറക്റ്റാണോ എന്ന്. അപ്പോൾ അത് വേവായിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിനുള്ള 2 ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറിനുള്ള കൂട്ട് തയ്യാറാക്കുകയാണ്. അതിന് 2 മുട്ടയും 3/4 കപ്പ് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി മൈദ 1/2 കപ്പ്, കൊക്കോ പൗഡർ 1/2 ടീസ്പൂൺ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ. ഈ ബട്ടർ മിൽക്ക് നമ്മൾ ആദ്യം
ഉണ്ടാക്കിയതിൻ്റെ പകുതി തന്നെ ബട്ടർ മിൽക്കും അതിലൊഴിച്ച് കൊടുക്കുക. ഇത് റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് കളർ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം. കേക്കൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീം കേക്കൊക്കെ നല്ല സോഫ്റ്റാണ്. ഫസ്റ്റ് ലെയർ ഐസിങ് ചെയ്യാണ്. പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം നമുക്ക് ഐസിങ് ചെയ്യാം. അതിന് മുകളിൽ കുറച്ച് മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒരു കേക്ക് 3 ലെയർ ആക്കിയിട്ടാട്ടോ കട്ട് ചെയ്തിരുന്നത്. ഇനി ആ കേക്കിൻ്റെ മുകൾ വശം ഞാൻ കട്ട് ചെയ്തെടുത്തത് ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതാണ് കേട്ടോ ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ മുകളിൽ ആയിട്ട് വെച്ച് കൊടുത്തത്. ഇനി ഡിസൈൻ ചെയ്യാണ്, ചെറുതായിട്ടൊരു ഡിസൈൻ. വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ന്യൂ ഇയർ എഴുതി കൊടുക്കുന്നത്.
അത് രാവിലെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ച് വൈകുന്നേരം കേട്ടോ അത് കട്ട് ചെയ്തത്. നമ്മൾ കേക്കൊക്കെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.